ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ സ്റ്റഡി വിത്ത് മഹിമ പൗർണിമയുടെ അടുത്തൊരു പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തൊഴിൽ വാർത്തയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ വാർത്തയിലെ നടുക്കത്തെ പേജിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ്സ് വരത്തില്ലേ, അതിൽ ഇന്ത്യൻ ഭരണഘടനയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഇന്ത്യൻ ഭരണഘടനയിലെ അമെൻമെന്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭേദഗതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അവരതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഒന്നര പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു അരഭാഗവും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു സെക്ഷനായിട്ട് നമ്മളിപ്പോൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി, ഇനി അവിടെ തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ 73ാമത്തെ ഭരണഘടനാ ഭേദഗതി 1992ലാണ്. 1992ലാണ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ പറ്റിയാണ് 73ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്ന് ഈ ഭേദഗതി അറിയപ്പെടുന്നു കേട്ടോ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നാണ് ഈ പറയുന്ന 73ാമത്തെ ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത്. ഇത് ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് രൂപം നൽകി. എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ അറിയപ്പെടുന്നത്? ഇതൊരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് രൂപം നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 73ാം ഭേദഗതി 1992. ഓക്കെ, ഇതിനായി ഭാഗം 9 അതായത് പാർട്ട് 9 കൂട്ടിച്ചേർത്തു. അപ്പോൾ പാർട്ട് 9 അല്ലെങ്കിൽ ഭാഗം 9 കൂട്ടിച്ചേർത്ത അമെൻമെന്റ് ഏതാണ്? 73ാം ഭരണഘടനാ ഭേദഗതി 1992. ഓക്കെ അല്ലേ? പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ 9ാം ഭാഗം അല്ലെങ്കിൽ പാർട്ട് 9ഉം 11ാം പട്ടിക 11ാമത്തെ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഓക്കെ അല്ലേ? ഇനി 74ാമത്തെ ഭേദഗതി, അതും 1992ലാണ്. അതെങ്ങനെയാ വന്നത്? നഗരപാലികാ സംവിധാനം കേട്ടോ. നഗരപാലികാ സംവിധാനം എന്നാണ് ഇതറിയപ്പെടുന്നത്. 74ാമത്തെ ഭരണഘടനാ ഭേദഗതി 1992 വന്നു. നഗരപാലികാ സംവിധാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ നഗരപാലികാ നിയമം അല്ലെ? അപ്പൊ നഗരപാലികാ നിയമത്തെ പറ്റി അല്ലെങ്കിൽ നഗരപാലികാ സംവിധാനത്തെ പറ്റിയാണ് 74ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി എന്തുകൊണ്ടാണ് നഗരപാലികാ സംവിധാനം എന്നറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നഗരസഭകൾക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്ക് സ്വയംഭരണ അവകാശം നൽകുന്ന നിയമത്തിന് വേണ്ടി നിയമത്തിന് രൂപം നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 74ാമത്തെ ഭരണഘടനാ ഭേദഗതി 1992. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് ഭാഗം 9A എന്ന് പറയുന്ന ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം കൂട്ടിച്ചേർത്തു. എന്തിനായിട്ടാണ്? നഗരസഭകൾക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്ക് സ്വയംഭരണ അധികാരം നൽകുന്ന ഒരു അവകാശം നൽകുന്ന നിയമത്തിന് രൂപം നൽകിയ നമ്മുടെ അമെൻമെന്റ് ആണ് 74ാം അമെൻമെന്റ് 1992. ഇതിനു വേണ്ടി എന്ത് ചെയ്തു? പാർട്ട് 9A അല്ലെങ്കിൽ ഭാഗം 9A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. മുനിസിപ്പാലിറ്റി സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 12ാം പട്ടിക 12ാമത്തെ ഷെഡ്യൂളും നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെന്റിലൂടെയാണ്? 74ാമത്തെ അമെൻമെന്റിലൂടെയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആണ് 86ാമത്തെ അമെൻമെന്റ്. 86ാമത്തെ അമെൻമെന്റ് വന്നത് 2002ലാണ് കേട്ടോ. 2002ലെ അമെൻമെന്റ് ആണ് 86ാമത്തെ അമെൻമെന്റ്. ഇത് അനുച്ഛേദം 21 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന പേരിൽ ഒരു പുതിയ മൗലിക അവകാശമാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പൊ പുതിയ മൗലിക അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർത്ത അമെൻമെന്റ് ഏതാണ്? 86ാം അമെൻമെന്റ് അല്ലെങ്കിൽ 86ാം ഭേദഗതി 2002ആണ്. ഓക്കെ, ഏത് ആർട്ടിക്കിളാണ്? 21A എന്ന് പറയുന്ന ആർട്ടിക്കിളിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. എവിടെ കൂട്ടിച്ചേർത്തു? മൗലിക അവകാശത്തിൽ കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പൊ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണെന്നും അത് കുട്ടികളുടെ മൗലിക അവകാശമാണെന്നും ആർട്ടിക്കിൾ 21A പറയുന്നുണ്ട്. അപ്പൊ ഏജ് ലിമിറ്റ് നോക്കിക്കോണം. 6 മുതൽ 14 വയസ്സ് വരെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അത് മൗലിക അവകാശമാണ്. പഠിക്കുക എന്ന് പറയുന്നത് മൗലിക അവകാശമാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A. അത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? 86ാമത്തെ ഭേദഗതി 2002 കൂട്ടിച്ചേർത്തത്. ഓക്കെ, ആർട്ടിക്കിൾ 51A ഭേദഗതി വരുത്തി 11ാമതായിട്ട്
11ാമതായിട്ട് എന്താണ് മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ഇത് മാത്രമല്ല 51A പിന്നെയും ഭേദഗതി വരുത്തി. എന്നിട്ട് 11ാമതായിട്ട് ഒരു മൗലിക കടമകൾ കൂടി കൂട്ടിച്ചേർത്തു. എന്താണ് 6നും 14നും ഇടയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്താണ് അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ് എന്ന് കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെന്റിലാണ്? 86ാമത്തെ അമെൻമെന്റ് വഴിയാണ്. ഏതിൽ കൂട്ടിച്ചേർത്തു? 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ വഴി നമ്മുടെ മൗലിക കടമകളിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ ഈ 86ാമത്തെ ഭേദഗതി 2002 വരുന്നത് വരെ എത്ര മൗലിക കടമകൾ ഉണ്ടായിരുന്നു? നമ്മൾ പറഞ്ഞു 11ാമതായിട്ടാണ് കൂട്ടിച്ചേർത്തത്. അതായത് 86ാമത്തെ ഭേദഗതി വരുന്നത് വരെ 10 മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്തത് 89ാമത്തെ ഭേദഗതി. 89ാമത്തെ ഭേദഗതി 2003. 89ാമത്തെ ഭേദഗതി 2003 വരുന്നത്. ആർട്ടിക്കിൾ 338 ഭേദഗതി ചെയ്ത് എന്താണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഇങ്ങനെ രണ്ട് പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് 89ാമത്തെ ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 338 ഭേദഗതി ചെയ്തുകൊണ്ട് നമ്മുടെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ചുകൊണ്ട് എന്താണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ വിഭജിക്കുക. അങ്ങനെ വിഭജിച്ച് 2 കമ്മീഷനുകൾ ഉണ്ടാക്കാൻ പറഞ്ഞത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 89ാം ഭേദഗതി 2003 അനുസരിച്ചാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് 91ാമത്തെ ഭേദഗതി. 91ാം ഭേദഗതി കേന്ദ്ര മന്ത്രിസഭയിലെ അംഗസംഖ്യ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭയുടെ അംഗങ്ങളുടെ 15% മാത്രമാക്കി നിശ്ചയിക്കപ്പെട്ടു. ഇതും PSC ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗസംഖ്യ എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? ആകെയുള്ള ലോകസഭാ അംഗങ്ങളുടെ 15% മാത്രമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യവും വന്നിട്ടുണ്ട്. നോക്കി വെച്ചേക്ക. 91ാമത്തെ ഭേദഗതിയിലാണ് എന്ത് പറയുന്നത്? കേന്ദ്ര മന്ത്രിസഭയിലെ അംഗസംഖ്യ പ്രധാനമന്ത്രി ഉൾപ്പെടെ 15% ലോകസഭയുടെ അംഗങ്ങളുടെ 15% നിശ്ചയിക്കപ്പെട്ടു. അതുപോലെ സംസ്ഥാന മന്ത്രിസഭയിലെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% മാത്രമേ പാടുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്തതും 91ാമത്തെ ഭേദഗതിയിലാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത 92ാമത്തെ ഭേദഗതി. 92ാം ഭേദഗതി വന്നത് 2003 ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി എന്നീ 4 ഭാഷകൾ 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു എന്നാണ് 92ാം ഭേദഗതി. 92ാം അമെൻമെന്റ് 92ാം അമെൻമെന്റ് 2003. 92ാം അമെൻമെന്റ് 2003 എന്താ പറഞ്ഞേക്കുന്നത്? ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താളി ഈ 4 ഭാഷകളും എന്താണ് ഏത് പട്ടികയിൽ? 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെന്റ് പ്രകാരമാണ്? 92ാം അമെൻമെന്റ് പ്രകാരം. എന്നാണ് 92ാം അമെൻമെന്റ് വന്നത്? 2003. ഓക്കെ. ഇനി അടുത്ത 94ാം ഭേദഗതി. 94ാമത്തെ അമെൻമെന്റ് വന്നത് 2006. 2006 94ാം അമെൻമെന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഭരണഘടനയുടെ 164ാം അനുച്ഛേദം ഭാഗം 1 ബീഹാറിനെ ഒഴിവാക്കി ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി. അപ്പൊ എന്താണ്? ഭരണഘടനയുടെ 164ാം അനുച്ഛേദം ഭാഗം 1 നമ്മുടെ ബീഹാറിനെ ഒഴിവാക്കി ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിയത് 94ാം അമെൻമെന്റിലാണ്. ഇനി 96ാം ഭേദഗതി. അടുത്ത 96 പഠിക്കാനുള്ളത്. 2011 96ാം അമെൻമെന്റ് വന്നത്. ഓക്കെ. 2011 96ാം അമെൻമെന്റ് എന്താ പറയുന്നത്? ഭരണഘടനയുടെ 8ാം പട്ടികയിൽ എന്താണ് അതിന്റെ കൂട്ടത്തിൽ ഒറിയ എന്നത് ഒഡിയ എന്ന ഭാഷയാക്കി പുനർനാമകരണം ചെയ്തു. അതായത് 8ാം പട്ടികയിൽ ഒറിയ എന്നറിയപ്പെട്ടിരുന്ന ഭാഷയെ ഒഡിയ എന്ന ഭാഷയായിട്ട് പുനർനാമകരണം ചെയ്ത അമെൻമെന്റ് ഏതാണ്? 96ാം ഭേദഗതി അല്ലെങ്കിൽ 96ാം അമെൻമെന്റ് 2011. ഓക്കെ. ഇനി 97ാം അമെൻമെന്റ് 97ാം ഭേദഗതി 2011 എന്താണ് പറയുന്നത്? എന്താണ്? സഹകരണ സൊസൈറ്റികളെ സംബന്ധിക്കുന്ന ഭേദഗതി ഭരണഘടനയിൽ 9B എന്ന പുതിയ ഭാഗത്തിൽ കൂട്ടിച്ചേർത്തു. സഹകരണ സൊസൈറ്റി കേട്ടോ. സഹകരണ സൊസൈറ്റിനെ പറ്റിയാണ് ഏതിൽ പറയുന്നത്? നമ്മുടെ ഭരണഘടനയുടെ 9Bയിൽ പറയുന്നത്. അത് കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെന്റ് വഴിയാണ്? 97 ഭരണഘടനാ ഭേദഗതി 2011 വഴിയാണ്. ഓക്കെ.
ഇനി അടുത്തത് 2014 വന്ന 99-ാം ഭേദഗതി. 99-ാം ഭേദഗതി അല്ലെങ്കിൽ 99-ാം അമെൻമെന്റ് 2014 എന്താണ്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള കൊളീജിയം സംവിധാനത്തിന് പകരം ദേശീയ ജുഡീഷ്യൽ നിയമ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ എന്ന പുതിയ സംവിധാനം കൊണ്ടുവന്നു. 99-ാം ഭേദഗതി എന്താ ചെയ്തത്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കാൻ വേണ്ടി കൊളീജിയം സംവിധാനത്തിന് പകരം എന്തു കൊണ്ടുവന്നു? കൊളീജിയം സംവിധാനത്തിന് പകരം ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ കൊണ്ടുവന്നു. ഓക്കെ, ഇതിനെ സംബന്ധിക്കുന്ന 124A എന്ന ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി പാർട്ട് 2 എന്നാൽ 2015 ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും കൊളീജിയം സംവിധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു കേട്ടോ. 99-ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ് കൊളീജിയത്തെ മാറ്റിയിട്ട് എന്ത് വന്നത്? നാഷണൽ അല്ലെങ്കിൽ ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ വന്നത്. പിന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നമ്മുടെ സുപ്രീം കോടതി വിലയിരുത്തി അതിനെ മാറ്റിയിട്ട് വീണ്ടും കൊളീജിയം തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത 100-ാം ഭേദഗതി. 100-ാമത്തെ ഭേദഗതി വന്നത് എന്നാണ്? 2015-ലാണ്. 100-ാമത്തെ അമെൻമെന്റ് 2015 എന്താ പറയുന്നത്? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ഉടമ്പടി സംബന്ധിച്ചിട്ടുള്ള ഭേദഗതിയാണ് 100-ാം ഭേദഗതി. ഈ ഉടമ്പടി പ്രകാരം 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് ഇന്ത്യ വിട്ടു നൽകുകയും 51 ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു. അതൊരു മെർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമെൻമെന്റ് ആണ്. അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഓക്കെ, ഇനി 101-ാമത്തെ ഭേദഗതി ഉണ്ട്. 2016-ലാണ് വന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 101-ാമത്തെ ഭേദഗതി അല്ലെങ്കിൽ 101-ാം അമെൻമെന്റ് 2016 എന്താണ് പറയുന്നത്? GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നതിന് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും അധികാരം നൽകുന്നതിന് പ്രാബല്യത്തിൽ വരുത്തിയ ഭേദഗതിയാണ് 101-ാമത്തെ ഭേദഗതി. അപ്പൊ 101-ാം ഭേദഗതി GSTയെ പറ്റിയാണ് പറയുന്നത്. 2017 ജൂലൈ 1-നാണ് നമ്മുടെ GST നിലവിൽ വന്ന. 2017 ജൂലൈ 1 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. അടുത്ത 103-ാമത്തെ ഭേദഗതി എന്താണ്? 103-ാം ഭേദഗതി എന്താണ്? മുന്നോക്ക വിഭാഗക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണത്തെ പറ്റിയാണ് 103-ാം ഭേദഗതി അല്ലെങ്കിൽ 103-ാം അമെൻമെന്റ് 2019 പറയുന്നത് കേട്ടോ. കറണ്ട് അഫയേഴ്സ് പ്രാധാന്യമുള്ളതാണ്. 103-ാം ഭേദഗതി മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് എന്താണ് സംവരണം നൽകുന്നത്? എത്ര ശതമാനം? 10% സംവരണം. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 2023-ലെ 106-ാമത്തെ ഭേദഗതിയാണ്. വനിതാ സംവരണ ബിൽ പാസാക്കിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? 106-ാം ഭേദഗതി 2023 പ്രകാരമാണ്. ഓക്കെ, ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും സ്ത്രീകൾക്ക് 33% എത്രയാണ്? 33% സംവരണം നൽകാൻ വ്യവസ്ഥ ചെയ്ത അമെൻമെന്റ് ഏതാണ്? 106-ാം അമെൻമെന്റ് 2023 ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തൊഴിൽ വാർത്തയ്ക്കകത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. തൊഴിൽ വാർത്തയിലെ നടുക്കത്തെ പേജ് മാത്രമാണ്. അതായത് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ കണ്ടന്റ് തൊഴിൽ വാർത്തയിലാണെങ്കിലും തൊഴിൽ വീതിയിലാണെങ്കിലും നടുക്കത്തെ പേജ് കൊടുക്കാറുണ്ട്. ആ ഒരു കണ്ടന്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം നമ്മൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് ഏതാണ്? ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റെന്തെങ്കിലും സോഴ്സ് ആണോ? ചിലപ്പോൾ ചിലർ ആപ്പ് ഫോളോ ചെയ്യുന്നവരുണ്ടാവും, ചിലർ റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്നവരുണ്ടാവും, ചില യൂട്യൂബ് ക്ലാസ്സസ് നോക്കി പഠിക്കുന്നവരുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് ഭരണഘടനാ ഭേദഗതിയാണ്. എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടോ എന്ന് നിങ്ങളുടെ റാങ്ക് ഫയൽ നോക്കുക. റാങ്ക് ഫയൽ എടുത്ത് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് ഈ ഒരു എന്താണ് നമ്മുടെ സിലബസിലെ ഈ ഒരു ടോപ്പിക്ക് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക കേട്ടോ. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്താണ് അതങ്ങ് ടിക്ക് ചെയ്ത് മാറ്റിയേക്കുക. നമ്മൾ തിങ്കൾ തൊട്ട് വ്യാഴം വരെയാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ വ്യാഴം വരെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇനി എന്താണ് ഈ തിങ്കളാഴ്ച പഠിച്ച തിങ്കളും ചൊവ്വയും പഠിച്ച കാര്യങ്ങളാണ് നാളെ നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്. മറ്റന്നാൾ ശനിയാഴ്ച നിങ്ങൾ ബുധനും വ്യാഴവും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യുക. സൺഡേ മൊത്തത്തിൽ അതിനകത്ത് അറിയാത്ത പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് സൺഡേ അതും കൂടെ ഒന്ന് റിവിഷൻ ചെയ്യുക. ഒരു മോക്ക് എക്സാം ചെയ്തു നോക്കുക. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലുള്ള കണ്ടന്റ് കൂടെ പഠിച്ചങ്ങ് ആ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സിലബസിൽ നിന്ന് വെട്ടി മാറ്റി അപ്പോൾ ഒരു സന്തോഷമായിരിക്കും. ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു എന്നൊരു സന്തോഷം വരും. അതുകൊണ്ട് അതും കൂടെ അങ്ങ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.